നമസ്കാരം. നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്കിടെ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ കടുത്ത വാക്പോരും ബഹളവും. അമേരിക്കൻ പ്രസിഡന്റിനെ കണ്ടാൽ പേടിക്കുന്ന ആളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ആരോപണത്തിന് BJP MLA BB ഗോപകുമാർ സഭയിൽ നൽകിയ മറുപടിയാണ് കടുത്ത സഭാബഹളത്തിന് വഴിവെച്ചത്. EDയെ കണ്ടാൽ പേടിക്കുന്ന പ്രതിപക്ഷ നേതാവിനെ പോലെയല്ല ഡൊണാൾഡ് ട്രംപിന്റെ മുന്നിലെന്നല്ല, ലോകത്തിലെ ഏത് വൻശക്തി നേതാവിന്റെ മുന്നിലും ഭാരതത്തിന്റെ ആത്മാഭിമാനമുള്ള നിലപാടുകൾ ഭയമില്ലാതെ തുറന്നു പറയാൻ തന്റെ ഇടമുള്ള കരുത്തനായ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിയെന്ന് ഗോപകുമാർ സഭയിൽ തിരിച്ചടിച്ചു. ഇതിനു പുറമെ കേരളം നിലവിൽ നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാനം മാറി മാറി ഭരിച്ച ഇരു മുന്നണികളാണെന്നും സംസ്ഥാനങ്ങൾക്ക് അർഹതപ്പെട്ട എല്ലാ ഫണ്ടുകളും ആനുകൂല്യങ്ങളും കേന്ദ്ര സർക്കാർ കൃത്യമായി നൽകുന്നുണ്ടെന്നും ഗോപകുമാർ കൂട്ടിച്ചേർത്തു. BJP അംഗത്തിന്റെ ഈ പരാമർശത്തോടെ കടുത്ത പ്രതിഷേധവുമായി പ്രതിപക്ഷ അംഗങ്ങൾ സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങി ബഹളം വെച്ചു. തുടർന്ന് RJD MLA PK പ്രവീണിനെ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നതിന് മുൻപ് BJP അംഗത്തിന് സംസാരിക്കാൻ അവസരം നൽകിയ സ്പീക്കറുടെ നടപടിയെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ശക്തമായി വിമർശിച്ചു. സ്പീക്കറുടെ ഈ അമിത ഉദാരമനസ്കത സഭാചട്ടങ്ങളിൽ നിന്നുള്ള ഗുരുതരമായ വ്യതിയാനമായി പോയെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. സാധാരണ രീതിയിൽ വാക്കൌട്ട് പ്രസംഗത്തിന് ശേഷം BJP അംഗത്തിന് സംസാരിക്കാൻ അനുമതി നൽകാമായിരുന്നുവെന്നും ചട്ടങ്ങൾ ലംഘിച്ചുള്ള ഈ നടപടി സഭയിൽ ഒരിക്കലും ഒരു മോശം കീഴ്വഴക്കമാകരുതെന്നും പ്രതിപക്ഷ നേതാവ് ഓർമ്മിപ്പിച്ചു. വാക്കൌട്ട് പ്രസംഗത്തിൽ പ്രതിപക്ഷ കക്ഷി നേതാക്കൾ സംസാരിച്ചു തീരും മുൻപ് BJP കക്ഷി നേതാവ് BB ഗോപകുമാറിന് സ്പീക്കർ അവസരം നൽകിയതിലാണ് പ്രതിഷേധം. ചട്ടവ്യതിയാനം ചൂണ്ടിക്കാട്ടിയ പ്രതിപക്ഷ നേതാവിനോട് ഉദാരമനസ്കത വേണ്ടേ എന്നായിരുന്നു സ്പീക്കറുടെ മറുചോദ്യം. അടിയന്തര പ്രമേയത്തിന് അനുമതി ആവശ്യപ്പെടുന്ന കക്ഷികൾക്ക് വാക്കൌട്ട് പ്രസംഗത്തിന് അവസരം നൽകുക എന്നതാണ് സഭാചട്ടം. എന്നാൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സംസാരിച്ച ഉടനെ BJP കക്ഷി നേതാവ് BB ഗോപകുമാർ എഴുന്നേറ്റു. അപ്പോൾ തന്നെ സഭാചട്ടം ചൂണ്ടിക്കാട്ടി CPI അംഗം രാജൻ എഴുന്നേറ്റു. രാജന്റെ പ്രസംഗശേഷമാണ് BJP കക്ഷി നേതാവ് BB ഗോപകുമാറിന് സ്പീക്കർ അവസരം നൽകിയത്. ഗോപകുമാർ പ്രസംഗം ആരംഭിച്ച ഉടനെ പുതിയ അംഗം എന്ന നിലയിൽ ചട്ടവും കീഴ്വഴക്കവും തൽക്കാലം ഒഴിവാക്കുകയാണെന്ന് സ്പീക്കർ അറിയിച്ചു. സഭാ ഹാളിലേക്ക് മടങ്ങിയെത്തിയ പ്രതിപക്ഷം ഇതോടെ ബഹളം ആരംഭിച്ചു. കീഴ്വഴക്കമായി കാണരുതെന്നും ആദ്യമായി സഭയിലെത്തിയ ആളെന്ന നിലയിൽ ഉദാരമനസ്കത വേണ്ടേ എന്നുമായിരുന്നു സ്പീക്കറുടെ മറുപടി. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് K രാജൻ വാക്കൌട്ട് പ്രസംഗം നടത്തിയതിന് പിന്നാലെയാണ് BJP അംഗം BB ഗോപകുമാർ സംസാരിക്കാൻ എഴുന്നേറ്റത്. ഇതോടെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇടപെട്ടു. അടിയന്തര പ്രമേയത്തിൽ താങ്കൾ ഒപ്പിട്ടിട്ടില്ല, എന്നാൽ പറയാനുള്ളത് വളരെ പരിമിതമായി പറയാമെന്നും അറിയിച്ചു. തുടർന്നാണ് BB ഗോപകുമാർ പ്രസംഗിച്ചത്. ഇതിനിടെ വീണ്ടും സ്പീക്കർ ഇടപെട്ടു. പ്രമേയത്തിൽ ഒപ്പിട്ടവർക്ക് മാത്രമാണ് വാക്കൌട്ടിൽ സംസാരിക്കാൻ അനുമതിയുള്ളത്, എന്നാൽ പറയാനുള്ള കാര്യം ചുരുക്കി പറയാൻ സാവകാശം നൽകുന്നുവെന്നും സ്പീക്കർ അറിയിച്ചു. ഇതോടെ ഇതൊരു കീഴ്വഴക്കമായി മാറരുതെന്ന് ചില അംഗങ്ങൾ പറഞ്ഞു. അങ്ങനെയാകില്ലെന്ന് സ്പീക്കർ വ്യക്തമാക്കി. തുടർന്ന് സംസാരിക്കുന്നതിനിടെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മോദിയെ വിമർശിച്ചതിന് BJP MLA മറുപടി നൽകി. ഇന്ധനവില വർധനവുമായി ബന്ധപ്പെട്ടാണ് പിണറായി മോദിക്കെതിരെ വിമർശനം നടത്തിയത്. ഇന്ത്യ നേരത്തെ റഷ്യയിൽ നിന്നും വെനസ്വേലയിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങിയിരുന്നു. അമേരിക്കയ്ക്കും ട്രംപിനും ഇഷ്ടമല്ല എന്നതുകൊണ്ട് അത് നിർത്തിവെച്ചു. 40% ഡിസ്കൗണ്ട് ഉണ്ടായിരുന്ന റഷ്യയിൽ എണ്ണയ്ക്ക് US താൽപര്യത്തിന് വേണ്ടി ട്രംപ് കൽപ്പിച്ചപ്പോൾ NDA സർക്കാർ കീഴടങ്ങിയെന്നായിരുന്നു പിണറായിയുടെ വിമർശനം. എന്നാൽ മോദി ആർക്കു മുന്നിലും തലകുനിക്കില്ലെന്ന് പറഞ്ഞ BJP MLA പിണറായി വിജയൻ EDയെ പേടിയാണെന്നും തിരിച്ചടിച്ചു. EDയെ പേടിക്കുന്ന പ്രതിപക്ഷ നേതാവിനെ പോലെയല്ല മോദി. ട്രംപല്ല ലോകത്തിന് മുന്നിൽ ഏത് നേതാവിന്റെ മുന്നിലും ഭാരതത്തിന് നിലപാട് പറയാൻ കരുത്തുള്ള പ്രധാനമന്ത്രിയാണ് മോദിയെന്നും ഗോപകുമാർ ആവർത്തിച്ചു. ഇതോടെ LDF MLAമാർ ബഹളം വെച്ചു. ആദ്യ പ്രസംഗമല്ലേ എന്നും കുറച്ച് സാവകാശം കൊടുക്കാമെന്ന് സ്പീക്കർ പറഞ്ഞു. ഇതോടെ രോഷാകുലരായ LDF MLAമാർ സീറ്റുകളിലേക്ക് തിരിച്ചെത്തി ബഹളം തുടർന്നു. പുതിയ അംഗമെന്ന നിലയിലാണ് BB ഗോപകുമാറിന് സാവകാശം നൽകിയതെന്നാണ് സ്പീക്കർ ആവർത്തിക്കുന്നത്.